അപ്പോൾ ഇതുപോലെ ഒരു പുസ്തകം ഉലകത്തിൽ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകത്തുമില്ല. സത്യവേദ പുസ്തകം. അങ്ങനെ മലയാളത്തിൽ, തമിഴിൽ എങ്ങനെ? പരിശുദ്ധ വേദാഗമം. അതാ പരിശുദ്ധ വേദാഗമം. അപ്പൊ ഇതുപോലെ ഒരു വേദം ഉലകത്തിലില്ല. ഹൈന്ദവ പുരാണം പഠിക്കുമ്പോൾ 4 വേദവും 6 ശാസ്ത്രവും 18 പുരാണം, അങ്ങനെയാ പഠിക്കുന്നത്. 4 വേദം, 6 ശാസ്ത്രം, 18 പുരാണങ്ങൾ. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, പിന്നെയും വേദങ്ങൾ പലതുണ്ട്. എന്നാൽ ഇതുപോലെ ഒരു വേദം, സത്യവേദ പുസ്തകം, പരിശുദ്ധ വേദാഗമം. ഈ പരിശുദ്ധ വേദാഗമം നമ്മുടെ കയ്യിൽ ലഭിച്ചത് തന്നെ വലിയ ഭാഗ്യമാണ്. ഇതെടുക്കുവാനും വായിപ്പാനും ഒന്നും ഒരു കാലത്ത് നമുക്ക് യോഗ്യതയില്ലായിരുന്നു. എന്നാൽ യേശുക്രിസ്തു മുഖാന്തരം നമ്മെ യോഗ്യരാക്കി തീർത്തു. ഞാൻ പറയാറുണ്ട്, ഈ പുസ്തകം എടുത്തുകൊണ്ട് നമുക്ക് എവിടെയും ചെല്ലാം. ഏത് ഓഫീസിലും ഏത് രാജസദസ്സിലും. ഇപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി എടുക്കലും ഈ വേറെ പുസ്തകമായിട്ട് ചെല്ലാം. അങ്ങനെ അത് പറിച്ചു കീർത്തുമില്ല, തട്ടിക്കളയുകയില്ല, അനാവശ്യം പറയുകയല്ല. പുള്ളി വിവരമുള്ള ആളാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ, അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഈ പുസ്തകമായിട്ട് ചെല്ലാം. അദ്ദേഹം തട്ടിക്കളയത്തുമില്ല, പറിച്ചു കീറുകയില്ല, ആക്ഷേപിക്കത്തുമില്ല. ഇത് മഹത്വമുള്ള പുസ്തകമാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി അവരുടെ അടുക്കലും ഈ പുസ്തകവും മാറോട് ചേർത്ത് ചെല്ലാം. അദ്ദേഹം ഈ പുസ്തകത്തെ ബഹുമാനിക്കും എന്ന് പറഞ്ഞ അറിവുള്ള വിവരമുള്ള എല്ലാവർക്കും അറിയാം, ഇതുപോലൊരു പുസ്തകം ഇനി ഉണ്ടായിട്ടില്ല, ഉണ്ടാകത്തുമില്ല. സ്തോത്രം. അത്രയ്ക്ക് ശ്രേഷ്ഠമേറിയ പുസ്തകം. കാരണം ഇതിനകത്തെ കാര്യമെല്ലാം സത്യമായ കാര്യം, എല്ലാം സത്യമാണ്. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് എല്ലാം ഒന്നും സത്യമല്ലെന്ന് പറഞ്ഞ സ്തോത്രം. അപ്പോൾ സത്യവേദ പുസ്തകം, അതിൽ ഒടുവിലത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. 22 അധ്യായങ്ങൾ എന്ന് പറഞ്ഞാൽ ഭാവി കാലത്ത് സംഭവിക്കാനുള്ള കാര്യങ്ങൾ മറച്ചു വച്ചത് സമയമായപ്പോൾ മറ തട്ടിമാറ്റി കൊടുത്ത പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. സർവജ്ഞനായ ദൈവത്തിൻ്റെ തിരികിത പ്രകാരം അവിടുന്ന് ചില കാര്യങ്ങൾ കണക്ക് കൂട്ടി, കാര്യങ്ങൾ നിശ്ചയിച്ച് തിട്ടപ്പെടുത്തി ക്രമപ്പെടുത്തി വെച്ചു. അത് സമയമായപ്പോൾ അതിൻ്റെ കർട്ടനങ്ങ് മാറ്റി യോഹന്നാൻ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. വെളിപ്പെട്ട് കിട്ടിയ കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. അതിനാണ് ഇതിന് വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത്. തമിഴിൽ എങ്ങനെയാ പറയുന്നത്? വെളിപ്പെടുത്തിന് വിശേഷം. കുറച്ചുകൂടെ തമിഴാണ് നല്ലത്. വെളിപ്പെടുത്തിന് വിശേഷം. എന്നിട്ടും യാതൊരു സന്തോഷവും ഇല്ല. സ്തോത്രം. എന്തായാലും വളരെ ശ്രേഷ്ഠമേറിയ പുസ്തകം. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകം ഓരോ അധ്യായം ഓരോ വിഷയങ്ങളാണ്. 1-ാം അധ്യായത്തിൽ തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തു. 2-3 അധ്യായം 7 സഭയ്ക്കുള്ള ദൂത്. 4-ാം അധ്യായം സഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നു. 5-ാം അധ്യായത്തിൽ വീണ്ടെടുപ്പിൻ്റെ ഗാനമാണ്. 6-ാം അധ്യായത്തിൽ മുദ്ര പൊട്ടിക്കുന്നതായിട്ട് കാണുന്നു. 7-ാം അധ്യായത്തിൽ മുദ്രിതന്മാരാകുന്ന 144,000 പേരെ ദർശിക്കുന്നു. 8-ാം അധ്യായത്തിൽ മുദ്ര പൊട്ടിക്കുന്നതായിട്ടും കാഹളങ്ങൾ മീട്ടുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. 9-ാം അധ്യായത്തിൽ യൂഫ്രട്ടീസ് നദീതീരത്ത് ബന്ധിച്ച ദൂതനെ അഴിച്ചുവിടുന്നു. 10-ാം അധ്യായം ചെറുപുസ്തകം വാങ്ങി ഭക്ഷിക്കുന്നു. 11-ാം അധ്യായത്തിൽ 2 സാക്ഷികൾ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് പഠിക്കുന്നു. 12-ാം അധ്യായം സൂര്യധാരിണിയായ ഒരു സ്ത്രീ. അത് തർക്കമുള്ളൊരു അധ്യായമായി. വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ പല അധ്യായങ്ങളും തർക്ക അധ്യായങ്ങളാണ്. 4-ാം അധ്യായവും ചിലർ തർക്കമാണ്. 4 സഭ എടുക്കപ്പെടുന്നില്ലെന്നും, ചിലർ പറയുന്ന സഭ മഹോദരവത്തിൽ കൂടെ പോകുമെന്നും, ചിലർ പറയുന്നത് മഹോദരവത്തിൻ്റെ പകുതിക്ക് സഭ പോകുകയുള്ളൂ, പകുതി വരെ ഇവിടെ കാണുമെന്നും, ചിലർ പഠിപ്പിക്കുന്നത് മഹോദരവത്തിന് മുമ്പ് സഭ എടുക്കപ്പെടുമെന്നും, ചിലർ പറയുന്നത് മഹോദരവത്തിൻ്റെ ശേഷം സഭ എടുക്കപ്പെടുമെന്നും, ചിലർ പറയുന്നത് മഹോദരവം എന്ന് പറയുന്നൊരു ഉപദ്രവം ഇല്ലെന്നാണ് പറയുന്നത്. ആർക്കും ഒരു സന്തോഷവും ഇല്ല, ഒരു പ്രതികരണവും. അപ്പോൾ ഈ 4-ാം അധ്യായം തർക്ക വിഷയമാണ്. മഹോദരവത്തിന് മുമ്പിലാണോ സഭ എടുക്കപ്പെടുന്ന, മഹോദരം കഴിഞ്ഞാന്നോ ഇടയ്ക്കാന്നോ? മഹോദരത്തിന് മുമ്പ് സഭ പോവുമോ, മഹോദരവൻ കഴിഞ്ഞു പോവുമോ, അതോ മഹോദരത്തിന് ഇടയ്ക്കാന്നോ പോകുന്നത്? വേറെ ചോദ്യം ഞാൻ തരാം ഇവിടെ ചോദിച്ചിട്ട്.
വേറെ ഞാൻ തരാം. അവരുടെ ഇരിപ്പ് കണ്ടിട്ട് എപ്പോൾ പോയാലും അവർ റെഡിയാ. മുമ്പേ പോയാലും റെഡിയാ, ഇതിന് ശേഷം പോയാലും. സ്തോത്രം. അപ്പൊ എന്തായാലും സഭ പീഡയ്ക്ക് മുമ്പായി എടുക്കപ്പെടുന്നത്. മഹോദ്രവത്തിൽ കൂടെ സഭ പോകത്തില്ല, സഭ ഉപദ്രവങ്ങളിൽ കൂടി പോകും. സഭയുടെ ആരംഭം മുതൽ ഉപദ്രവങ്ങളുണ്ടല്ലോ. ആ ഉപദ്രവം അന്നുകൊണ്ട് ഇന്നുകൊണ്ട്. സഭ എടുക്കപ്പെടുന്നത് വരെ ഉപദ്രവങ്ങളിൽ കൂടി സഭ പോകും. പക്ഷേ മഹാപീഡയിൽ കൂടി സഭ കടന്നു പോകത്തില്ല. അനർത്ഥത്തിൻ ദിവസങ്ങൾ വരും മുന്നാലെ ഈ ധരയിലെ വിഷു പറന്നിടുമേ. അനർത്ഥത്തിൻ ദിവസങ്ങൾ വരും മുന്നാലെ ഈ ധരയിലെ വിശുദ്ധന്മാർ പറന്നിടുമേ. ദിവസങ്ങൾ വരും മുന്നാലെ ഈ ധരയിലെ വിശുദ്ധന്മാർ പറന്നിടുമേ. അവർ കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. അപ്പോൾ 4-ാം അധ്യായം വെളിപ്പാട് പുസ്തകത്തിൽ വിവാദ അധ്യായമാണ്. അതുപോലെ 7-ാം അധ്യായവും ചിലർക്ക് തർക്കമാണ്. ഈ മുദ്രയേറ്റവരാരാന്നുള്ളതാണ്. അതുപോലെ തർക്കമുള്ള ഒരു അധ്യായമാണ് 11-ാം അധ്യായം, 2 സാക്ഷികൾ. അതുപോലെ തർക്കമുള്ള ഒരധ്യായമാണ് 12-ാം അധ്യായം. ആ സ്ത്രീ, സൂര്യധാരണിയായ സ്ത്രീ. ചില സ്ഥലങ്ങളിൽ ആ സ്ത്രീ ആണെന്നും പറഞ്ഞ് വരച്ച് വെച്ച് ഒരു നക്ഷത്രമൊക്കെ എടുത്ത് പ്രത്യേക അടയാളമെല്ലാം കൊടുത്ത് ഇങ്ങനെ നിർത്തുകയും അത് ഇന്നയാളാന്നൊക്കെ പറഞ്ഞ് ചിലരെ പൂജിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്ന കാണാറുണ്ട്. എന്തായാലും ഇതെല്ലാം തർക്കവിഷയങ്ങളായ പല അധ്യായങ്ങളാണ്. ആ ഭാഗത്തേക്ക് പോകണ്ട. നമ്മൾ ഇന്ന് രാത്രി 3-ാം അധ്യായത്തിൻ്റെ 20 വായിച്ചത് ഓർപ്പിച്ചല്ലോ. 1-ാം അധ്യായം തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തു. പത്മോസ് എന്ന ദ്വീപിൽ നാടുകടത്തപ്പെട്ട യോഹന്നാൻ കർത്തൃദിവസത്തിൽ ആത്മവിവശനായി. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതുക എന്നൊരു ശബ്ദമുണ്ടായി. ആ തന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ തിരിഞ്ഞപ്പോൾ 7 നക്ഷത്രം വലങ്കിൽ പിടിച്ച് 7 പൊൻ നിലവിളക്കട നടുവിൽ നിലയങ്ക് ധരിച്ച് മാറത്ത് പൊൻകച്ച് കിട്ടവനായി മനുഷ്യപുത്രനോട് സദൃശനാകുന്ന യേശു ക്രിസ്തുവിനെ ദർശിച്ചു. അതാണ് 1-ാം അധ്യായം. തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തു. ആ ക്രിസ്തുവിനെ യോഹന്നാൻ ദർശിച്ചു. 2-3 അധ്യായം 7 സഭയ്ക്കുള്ള ദൂത. എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്കിയ ആദിയായ 7 സഭകൾക്കുള്ള ദൂത്. ഈ സഭയ്ക്കുള്ള ദൂത് യോഹന്നാൻ എഴുതി. നമ്മൾ ഒടുവിലത്തെ സഭയാകുന്ന ആ ലവോദിക്കിയ സഭയുടെ ദൂതിനോട് ബന്ധപ്പെട്ടാണ് ഇന്ന് രാത്രി ചിന്തിക്കുവാൻ വാക്യം വായിച്ചത്. ഒരിക്കൽ കൂടി ആ വാക്യം വായിച്ച് സഹായിച്ചാട്ടെ. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ദൈവത്തിന് മഹത്വം. അപ്പോൾ 3-ാം അധ്യായത്തിൽ പറയുകയാണ് ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ഈ 1-ാം അധ്യായം പഠിക്കുമ്പോൾ കർത്താവ് സഭയുടെ നടുക്ക, അതാണ് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ. ആ വാക്യം നമുക്ക് വായിക്കാം. 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ എന്നാണ് 12-ാമത്തെ വാക്യത്തിൽ. 13 വായിച്ചേ. എന്നോട് 13 തിരിഞ്ഞപ്പോൾ
എന്നോട് സംസാരിച്ച നാദമെന്ന കാണുമ്പോൾ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അപ്പോൾ 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ, സ്തോത്രം, അതാണ് 13ാമത്തെ വാക്യത്തിൽ, പൊൻനിലവിളക്കുകളുടെ നടുവിൽ. ഈ വാക്യങ്ങളെല്ലാം നിങ്ങൾക്ക് തിട്ടമാണ്, നിങ്ങൾക്ക് ആ കാര്യങ്ങൾ നന്നായിട്ട് അറിയാം. 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ എന്ന് പറഞ്ഞാൽ ആ നിലവിളക്ക് 7 സഭയെ കാണിക്കുന്നു. നമ്മൾ വ്യാഖ്യാനിക്കേണ്ട അതിൻ്റെ വ്യാഖ്യാനം ആ 1-ാം അധ്യായത്തിൽ തന്നിട്ടുമുണ്ട്. 1-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. ഇനി സംഭവിക്കാനുള്ളതും എന്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊൻനിലവിളക്കിന്റെ വിവരവും പൊൻനിലവിളക്കുകളുടെ വിവരവും എഴുതുക. അടുത്തത് 7 നക്ഷത്രം 7 സഭകളുടെ 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. ദൂതന്മാര് എന്ന് പറഞ്ഞാൽ ശുശ്രൂഷകന്മാരെ കാണിക്കുന്നു. അടുത്തത് 7 നിലവിളക്ക് 7 സഭകളാകുന്നു. അപ്പോൾ നിലവിളക്ക് 7 സഭ. 1-ാം അധ്യായത്തിന്റെ 13-ൽ വായിച്ചത് നിലവിളക്കുകളുടെ നടുവിൽ യേശു ക്രിസ്തു നിൽക്കുന്നു. അങ്ങനെയെങ്കിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നിലവിളക്ക് 7 സഭ, ആ നിലവിളക്കുടെ നടുവിൽ യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ സഭയുടെ നടുക്കാണ് ക്രിസ്തു എന്ന് പറഞ്ഞാൽ സഭയ്ക്കകത്ത് കയറി കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കേണ്ട, യേശു നടുക്കുണ്ട്. നമുക്ക് ഭൂമിയുടെ കിടപ്പും സാഹചര്യം അനുസരിച്ച് തെക്കോട്ടോ കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ ഒക്കെ ഫ്രണ്ട് ആക്കാം. ഇപ്പോൾ റോഡ് യാത്രാ സൗകര്യവും പോക്കും വരുമനുസരിച്ച് റോഡ് അവിടെ അങ്ങോട്ട് ഫ്രണ്ട് ആക്കാം. അല്ലെ റോഡ് പടിഞ്ഞാറ് വശമാണ്, പടിഞ്ഞാറ് ഫ്രണ്ട് ആക്കാം. ആലയത്തിൻ്റെ മുഖവേ അത് സൗകര്യം അനുസരിച്ചാണ്, അല്ലാതെ കിഴക്കല്ല കർത്താവ് വരുന്നത്, കിഴക്ക് വരുന്നത് വേറെ ആളാണ്. അത് വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിലുണ്ട്. കിഴക്കോട്ട് നോക്കി അവർ സൂര്യനെ ആരാധിച്ചെന്ന്. അപ്പം തെക്കോട്ടും കിഴക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാട്ടും ഒന്നും നോക്കണ്ട, അവിടുന്ന് നമ്മുടെ നടുവിൽ വരുന്നവനാണ്. അവിടുന്ന് ഈ ഭൂമിയിൽ ജീവിച്ചപ്പോഴേ പറഞ്ഞു തൻ്റെ ശിഷ്യന്മാരോട്, 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തേക്ക് ഞാൻ അവരുടെ കിഴക്ക് വരാമെന്നല്ല, നടുവിലുണ്ടെന്ന്. പുറപ്പാട് പുസ്തകത്തിൽ സർവജ്ഞനായ ദൈവം ഇങ്ങനെ പറഞ്ഞേ, ഞാൻ അവരുടെ കിഴക്ക് വസിക്കാൻ എനിക്ക് ഒരാലയം പണിയണമെന്നല്ല, ഞാൻ അവരുടെ നടുവിൽ വസിക്കാൻ. 12-ാമത്തെ വയസ്സിൽ ക്രിസ്തുവേശു യെരുശലേം വലിയ പള്ളിയിൽ ചെന്നപ്പോഴും ശാസ്ത്രിമാരുടെയും ന്യായാധിപ സംഘത്തിൻ്റെയും ഒക്കെ കിഴക്കല്ലിരുന്നത്, അവരുടെ നടുക്കായിരുന്നത്. ക്രൂശിൽ തന്നെ ആണി തറച്ച് ക്രൂശിക്കപ്പെട്ട സമയത്തും അന്ന് ചാക്കോച്ച കിഴക്കോട്ട് തറച്ചു എന്നല്ല പറഞ്ഞ്, 2 കള്ളന്മാരുടെ നടുവില്ല. അവിടുന്ന് ഉയർത്ത് കഴിഞ്ഞതിന് ശേഷം മുറി അടച്ചിട്ടപ്പോൾ കിഴക്ക് വന്നെന്നല്ല, അവരുടെ നടുക്ക് വന്നെന്ന. ചെന്നെടുത്തെല്ലാം വന്നെടുത്തെല്ലാം നടുവില. ഇന്ന് രാത്രിയും അവിടുന്ന് നടുവിലുണ്ട്. അതുകൊണ്ട് അവറാച്ചനോടും തോമാച്ചനോടും ഒക്കെ പറയുക, കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കരുത്, അത് പിശാചിനോടാണ് പ്രാർത്ഥിക്കുന്നത്. വെളിപ്പാട് എഹെസ്കേൽ പ്രവചനം 8-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ വളരെ സ്പഷ്ടമായിട്ടുണ്ട്. കിഴക്കോട്ട് നോക്കി സൂര്യനെ കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിച്ചാന്ന് തോന്നുന്നു. ഇനിയും പ്രാർത്ഥിക്കരുത്. 2 പേരുടെ വർത്താനം പറഞ്ഞത്, യോ നമുക്കിപ്പോൾ അത് മനസ്സിലായെന്ന്. ഇന്നേലും മനസ്സിലായല്ലോ, വലിയ കാര്യം. ഇനിയും കിഴക്കോട്ട് നോക്കി അപേക്ഷിക്കുന്നേന്ന് പറഞ്ഞത് തലയും വെട്ടിച്ച് നിൽക്കരുത്. വായിച്ച് 8-16. അവർ കിഴക്കോട്ട് നോക്കി സൂര്യനെ നമസ്കരിക്കായിരുന്നു. അല്ല, 16-ാം വാക്യം മൊത്തം വായിക്കുക. അവൻ എന്നെ യഹോവയുടെ ആലയത്തിന്റെ അകത്തെ പ്രാകാരത്തിൽ കൊണ്ടുപോയി യഹോവയുടെ മന്ദിരത്തിന്റെ വാതിൽക്കൽ മണ്ഡപത്തിനും യാഗപീഠത്തിനും നടുവേ ഏകദേശം 25 പുരുഷന്മാർ തങ്ങളുടെ മുതുക് യഹോവയുടെ മന്ദിരത്തിന് നേരെയും മുഖം കിഴക്കോട്ടും തിരിച്ചുകൊണ്ട് നിന്നിരുന്നു. കിഴക്കോട്ട് തിരിച്ചുകൊണ്ട് നിന്നിരുന്നു. അവർ കിഴക്കോട്ട് നോക്കി സൂര്യനെ ആരാധിക്കുക. അപ്പൊ കിഴക്കോട്ടുള്ള ആരാധന ഈ വേദപുസ്തകത്തിൽ എഴുതിയേക്കുന്നത് സൂര്യാരാധനയാണ്. നമ്മൾ ചില വ്യക്തികളുമായി സംസാരിച്ചിട്ട് പറയും, നമുക്കെന്നാ ഒന്ന് പ്രാർത്ഥിക്കാന്ന് പറയുമ്പോൾ പിടിച്ചു തിരിക്കുമ്പോൾ കിഴക്കോട്ട് നോക്കുന്നത്. കിഴക്കോട്ടുള്ള ആരാധന സൂര്യാരാധനയാണ്. നമ്മുടെ ആരാധന സൂര്യാരാധനയല്ല, ദൈവാരാധനയാണ്. സത്യദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ജീവനുള്ള ദൈവം, ഏകദൈവം, സത്യദൈവം, നിത്യദൈവം, സാക്ഷാൽ ദൈവം, കർത്താവാകുന്ന യേശു ക്രിസ്തു.
പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തു. തോമാസ് ഒരിക്കൽ പറഞ്ഞത് ഇങ്ങനെ, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ. ഇന്ന് രാത്രി സത്യദൈവമായ, നിത്യദൈവമായ, ഏകദൈവമായ, സാക്ഷാൽ ദൈവമായ യേശു ക്രിസ്തു സഭയുടെ നടുവിലുണ്ട്.